യേശുവിന് പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ പ്രഭാത പ്രാർത്ഥന നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള സുവിശേഷ ഭാഗങ്ങൾ. ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ തിരക്കുകൾക്കിടയിലും ദൈവത്തിൻ്റെ ഈ വചനം ഒന്ന് കേട്ടു നോക്കാം. യോഹന്നാൻ 1-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആണ് ഞങ്ങൾ ഇതെഴുതുന്നത്. ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. ദൈവം പ്രകാശമാണ്. ഇതാണ് ഞങ്ങൾ അവനിൽ നിന്ന് കേൾക്കുകയും നിങ്ങളോട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സന്ദേശം. ദൈവം പ്രകാശമാണ്. ദൈവത്തിൽ അന്ധകാരമില്ല. അവിടുത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും, സത്യം പ്രവർത്തിക്കുന്നുമില്ല. അവിടുന്ന് പ്രകാശത്തിൽ ആയിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും നമുക്ക് പാപം ഇല്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചന ആകുകയും ചെയ്യും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്യില്ലെന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാകുന്നു, അവൻ്റെ വചനം നമ്മിൽ ഉണ്ടായിരിക്കുകയില്ല. ദൈവവചനമാണ് നാം കേട്ടത്. പ്രിയ ദൈവവചനമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ പാപത്തിൽ നിന്ന് മോചിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ പ്രകാശത്തിൻ്റെ വഴിയിൽ നയിക്കാൻ സഹായിക്കണമേ. ജീവിതത്തിൽ തെറ്റുകൾ ഏറ്റുപറയാനും അങ്ങയുടെ പാതയിൽ സഞ്ചരിക്കാനും നല്ല വ്യക്തികളായിട്ട് ജീവിക്കാനും അങ്ങയുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിൽ അങ്ങല്ലാതെ വേറെ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് നല്ല വഴികൾ തുറന്നു തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അകറ്റുന്നതിന് അങ്ങ് സഹായിക്കണമേ. ഇനിയുള്ള ജീവിതത്തിൽ അങ്ങയുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പകർത്താൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ആമീൻ.